മാർക്കറ്റ് വ്യൂവിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് 24,812, അതായത് 41 പോയിൻ്റ് ഡിപ്പായിട്ടാണ്. ഇന്നലത്തെ ഉണ്ടായിരുന്ന വാറിൻ്റെ ടെൻഷൻ സ്റ്റിൽ ആ ഒരു ടെൻഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സാണ് കുറച്ചെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. 100 പോയിൻ്റ് വരെ ഇന്ന് നിഫ്റ്റി ഡൗൺ ആയിരുന്നു. അവിടെ നിന്നാണ് തിരിച്ച് റിക്കവർ ചെയ്ത് ഏകദേശം 60 പോയിൻറ്റോളം റിക്കവർ ചെയ്ത് 41 പോയിൻ്റ് ഡൗണിൽ ക്ലോസ് ചെയ്തു. ഫൈനൽ ക്ലോസിങ് 24,812. 24,500 നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. 24,500 ഇപ്പോഴും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിക്ക് നിൽക്കുന്നുണ്ട്, സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. 25,200 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ FIS DIS ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ FIS 890 കോടിക്ക് ബൈ ചെയ്തു. എന്നാൽ DIS ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1091 കോടിക്കും ഏകദേശം ബൈ ചെയ്തു. സോ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബൈയിങ് മോഡിലാണ്. പക്ഷേ ഹ്യൂജ് ബൈയിങ് അല്ല തന്നെ പറയാം. കാരണം ഈ വാറിൻ്റെ ടെൻഷൻസ് ഇന്നത്തെ US ഫെഡ് റേറ്റിങ്ങിൻ്റെ ഡിസിഷൻസ് എല്ലാം ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിന്നത്. പക്ഷേ 24,500 ലെവലിൽ വരുമ്പോൾ നിഫ്റ്റിക്ക് എപ്പോഴും നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകാം. ഗ്ലോബൽ മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയുണ്ട് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാസ്ഡാക്ക് നേരത്തെ ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം നാസ്ഡാക്ക് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഏകദേശം 25 പോയിൻ്റ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയാണ്, നിങ്ങൾ കാണുന്നത് രാവിലെ ആയിരിക്കും. സോ അതുകൊണ്ട് 25 പോയിൻ്റ് നാസ്ഡാക്ക് അപ്പാണ്. S&P 500 ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് കാണുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്നലത്തെ പോലെ തന്നെ 14.26 നിൽക്കുന്നത്. ഹൈലി വോളറ്റൈൽ അല്ല. സോ പൊസിഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു എസ്കലേഷൻസ് നെക്സ്റ്റ് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിക്സ് ഹൈ ആവാൻ ചാൻസും വോളറ്റിലിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇതുവരേക്കും മാർക്കറ്റ് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതെന്ന് പറയാം. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 24,809 ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനാണ് ചാൻസ്. നാളെയും ഒരു മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനാണ് ചാൻസ്. പ്രത്യേകിച്ച് ഒരു ന്യൂസ് ഡ്രിവൺ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും ഓൾമോസ്റ്റ് സ്റ്റേബിളായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നിൽക്കാൻ മീൻസ് ഇപ്പോഴത്തെ ആ ഒരു ഇറാൻ ഇസ്രായേൽ ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പുതിയൊരു ലെവൽ ഓഫ് എസ്കലേഷനിലോട്ട് പോകാത്തതുകൊണ്ട് തന്നെ 24,500 സപ്പോർട്ടും 25,200 സ്ട്രോങ് റെസിസ്റ്റൻസുമായിട്ടാണ് നിൽക്കാനുള്ള ചാൻസ്. അതിൽ കൂടുതലില്ല. പിന്നെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ നോക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന USൻ്റെ ഫെഡ് റേറ്റ് കട്ടായിരുന്നു. അതിൽ ഫെഡ് റേറ്റ് കട്ട് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ജെറോം പോളിൻ്റെ സ്പീച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഒരു ഹിൻറ്റ് കിട്ടുന്നത് ഈ വർഷം അവസാനം, അതായത് ഡിസംബറോട് കൂടി തന്നെ 1-2 റേറ്റ് കട്ടിനുള്ള സാധ്യത ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഇൻഫ്ലേഷൻ. അതിനനുസരിച്ച് പക്ഷേ ഇപ്പോൾ ഉള്ള ഇത് റേറ്റ് കട്ട് അൺചേഞ്ച്ഡ് ആണ്. അത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ റേറ്റ് കട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ട്രിഗറായിട്ട് പോയേനെ. സോ ഇത് മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് നാളെ വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, സോ നോക്കാം വേറെ എന്തൊക്കെയാണ് അടുത്ത വീക്കുകളിലോട്ടുള്ള സർപ്രൈസുകൾ എന്നുള്ളത്. എന്തായാലും ഇതുവരെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് സ്റ്റേബിളാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽസിലുള്ള ഇഷ്യൂസുകളൊന്നും ഇതുവരേക്കും ഇല്ല. സോ നാളെയും ഒരു കൺസോൾട്ടേഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.